ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു CS ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് വന്നിങ്ങനെ. നിങ്ങൾക്ക് തമ്പ്ലൈന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്കും ചെയ്യുക. അപ്പം എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇവിടുന്ന് നമ്മളിപ്പോൾ ഏതാ മാപ്പ് എന്ന് വെച്ചാൽ ഷിപ്പ് യാർഡ് മാപ്പല്ല, മാപ്പ് ബർമുഡ ഷിപ്പ് യാർഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കണേ. അവിടുന്ന് ഇതാ ഒരു എനിമിനെ നമ്മൾ കണ്ട് ആ എനിമി നമ്മൾ എട്ടടിച്ചൊരു നോക്കുന്നുണ്ട് ഗൈസ്. കണ്ടു ഏതാ സീനില്ലേ. പിന്നെ നമ്മൾ ഒരു മെഡൊക്കെ അടിച്ച് നേരെ മേലേക്കണ്ട് പോയി. മേലെന്നുണ്ട് ഗൈസ്, അവിടെ 2 എനിമികളുണ്ടായിരുന്നു. ആ 2 ഞാൻ തന്നെയാണ് തീർത്തത്. കണ്ടുപോയി. അവിടെ 2 വന്ന് നിന്ന് എശക്ക് അടിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ എൻ്റെ ലോങ് കൊള്ളണില്ല. അത് വേറെ സീൻ. എന്നിട്ട് ഞാൻ അവിടെയൊക്കെ പോയി ഇന്നിപ്പോൾ അവരുള്ളിൽ കയറി നേരെ അടുത്താണ് ചാടി. കണ്ടുപോയി ചേട്ടാട്ടോ. അപ്പോൾ നമ്മൾ ടീമേജിൽ അടിക്കുന്നത് ഞമ്മക്ക് തയ്ക്കുക. ടീമിനൊക്കെ അടിച്ച് നമ്മൾ പ്രാന്താണ്. ആണ്ട് കയറി പോയി അവനെ പെട്ടിയൊക്കെ ഇട്ട് അതാണ്ട് കഴിഞ്ഞാൽ വേറൊരുത്തുണ്ട്. ഓനെ ടീമേറ്റ് ചോദിക്കാൻ വന്നു. അത് നമ്മളെ ടീമേറ്റിനെടുത്ത് നമ്മളവിടെ ഗ്രനാഡൊക്കെ ഇട്ടെങ്കിലും നമ്മളാണ് സഹിച്ചു. നമ്മളെ ടീമേറ്റിനൊട്ട് നമ്മൾ സഹിക്കൂല. അപ്പോൾ ഓനെ അടിച്ചടിച്ചടിച്ച് ഓനോട് പെട്ടിയൊക്കെ ഇട്ട് ഓനക്ക് സോണിയെന്ന് ആണ് ഇത്ര ടൈം പിടിച്ച്. പിന്നെന്ത്, നമ്മളെ ടീമേറ്റിനെ റിവൈവും ചെയ്ത് നമ്മൾ നെക്സ്റ്റ് റൗണ്ടൊക്കെ എത്തി. നമ്മളെ പേര് ചാത്തൻ D4 എന്നാണ്. നമ്മളാണ് ഇതിൽ MVP. അത് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വീണ്ടും MP5 ലെവൽ 2 ആക്കിയിട്ട് നമ്മൾ ഇതാ പോവാണ് നെക്സ്റ്റ് റൗണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു റെഡീം കോഡ് വേണമെങ്കിൽ ഏകദേശം ഒരു 799 റുപ്യേൻ്റെ ഞാൻ റെഡീം കോഡ് ഞാൻ തരും. അതിന് നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ, നിങ്ങൾ എങ്ങനെ ആക്കാറ് കുടുംബക്കാർക്കായാലും എങ്ങനെ ആയാലും നിങ്ങൾ ഈ ചാനലിൽ ഒരു 10 വേണ്ട ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ആയ അത് അറിയാൻ പറ്റും. ആരൊക്കെ ആക്കണത് ഇതാക്കണതെന്നൊക്കെ അറിയാൻ പറ്റും. അതിങ്ങനെ ആക്കണ ആൾക്കാർക്ക് ഞാൻ എന്ത് ചെയ്യും, അല്ല വേണ്ട ആക്കിയാൽ ഈ 10,000 ആളായ എല്ലാവർക്കും ഈ 799 റുപ്യേൻ്റെ റെഡീം കോഡ് ഞാൻ തരും. 799 എന്ന് വെച്ചാൽ അതിൻ്റെ പാതി ഓരോരുത്തർക്കും ഓരോ ഇതിലേക്ക് തരും. ആദ്യം ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ 799 വെച്ചിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ പുതിയതായിട്ട് വന്നവർക്കൊക്കെ കുറച്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതാ ഒരുത്തനെ ഇവിടെ ഓടി പോകുന്നുണ്ട് കേസ്. ഞാൻ അവനെ പിടിക്കാൻ വേണ്ടി പിന്നെ ഓടുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഓന് വീണ്ടും ലെഫ്റ്റ് കോണ് കയറിപ്പോയി കുത്തി പിടിച്ചാണ് നോക്കാൻ. അങ്ങനെ അതുണ്ട്. കഴിഞ്ഞ് നെക്സ്റ്റ് റൗണ്ടൊക്കെ എത്തിയിട്ടാണ് ഇതിലാപ്പാടെ ഒരു കില്ലേ കിട്ടിയുള്ളൂ. നമ്മൾ അടുത്ത കളിയൊക്കെ എത്തി. ഇതിലാണ് ഗൈസ് ലോക മണ്ടത്തരം കാണിക്കുന്നത്. ഇത്രയും വലിയ മണ്ടത്തരം ഞാനല്ല വേറെ ആരും ചെയ്യില്ല. അത്രയും ബഡ മണ്ടത്തരം ഞാനിവിടെ MP5 മാക്സ് ആണ്. എന്നിട്ട് വരെ ഞാൻ ഹെഡടിക്കാൻ വേണ്ടി കണ്ടോക്കി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റെഡീം കോഡിൻ്റെ കാര്യം അത് മറക്കാനും ചെയ്യട്ടോ. എല്ലാവർക്കും ഒന്ന് കുടുംബക്കാരൊക്കെ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ജോലി 10,000 ആയ റെഡീം കോഡ് 799 മറക്കണ്ടത്. എപ്പോഴും ഞാൻ മണ്ടത്തരം കാണിക്കുന്നത്. ആ പൂക്കോ പൊട്ടാൾ ലെഫ്റ്റിൽ വരുന്നുണ്ടായിരുന്നു. ഞാൻ കയറിയിട്ട് ഫുൾ റെഡ് അടിക്കാൻ നോക്കിയതാണ്. ഞാൻ ഹെഡായി. അങ്ങനെ ഇങ്ങനെ അടിച്ചത് നോക്കാൻ വേണ്ടി ഞാൻ സ്പെക്ക് ഇട്ട്. നമ്മൾ കത്തിങ്ങൊരു സ്പെക്ക് ഉണ്ടാവില്ലേ, നമ്മൾ ടീമിൽ തന്നെ മണ്ടനാണ്, കളിക്കാച്ചില്ല. എന്നിട്ട് ആ സ്പെക്ക് ഇട്ട് നോക്കുമ്പോണ്ട് നല്ലപോലെ അടിച്ച് സുഖമായിട്ട് അടിച്ച് നോക്കും. അങ്ങനെ നമ്മളെ ടീമേറ്റ് തീരെ കളിക്കാച്ചില്ല. പച്ച മോശനം കണ്ടില്ല. ഓനെ അടിക്കണോ തീരെ അടിക്കാച്ചില്ല. പച്ച ബൂറ് കളി. അങ്ങനെ നെക്സ്റ്റ് റൗണ്ടൊക്കെ എത്തിയിട്ടാ അതിൽ കളിക്കുന്ന എടുത്തുണ്ട് കേട്ടോ. ഇതിൽ 1ാം നമ്പർ ഉണ്ടാവും, അവൻ നല്ല കളിക്കുന്നുണ്ട്. നമ്മളിതിൽ UM എടുത്തിട്ട് ഒരൊറ്റപ്പെടില്ല. അതുപോലെ AW കിട്ടണ കേട്ടോ ഗൈസ്. കോയിനില്ല
നമ്മുടെ അടുത്ത് UMP വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നു. UMPക്ക് ഇതിന് ഒറ്റ പൂക്കിന് ഇതില് പിന്നെ കണ്ടോക്കെ അങ്ങനെ പൂരം പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. കാണാൻ പോണ പൂരൊക്കെ പറഞ്ഞു വെച്ചിട്ട് എന്ത് കാര്യമുള്ളത്? അങ്ങനെ പോകില്ല. ഇവിടെ നിന്നൊക്കെ ബാക്കൊന്നും ഒരടിയിട്ട് കണ്ടോ സ്കാറ് നല്ല അടിയിട്ട് ഞാൻ തിരിഞ്ഞടിക്കാന്ന് വിചാരിച്ചു. പക്ഷേ മേലെ അടിക്കാൻ അവനക്കിട്ട് കുറച്ച് നേരെ ബാക്ക് പോയപ്പോൾ ഇങ്ങനെ നോക്കിയത് ഞാനെ നോക്കി രണ്ട് പിടിച്ചിട്ടുള്ളൂ. നമ്മളെ ബാക്കിൽ രണ്ട് വെടി വെച്ചിട്ടുള്ളൂ. എങ്ങനെ അറിയില്ല. രണ്ട് വെടി നമ്മളെ ടീമേറ്റിനെ മരപ്പൊട്ട ടീമേറ്റിന്റെ ബാക്കിൽ നമ്മളെന്നെ ഇപ്പൊ അവിടെ കാണുന്നുണ്ട്. ബാക്കടിച്ച് നോക്കിയാൽ അറിയാം എനിമി ഉണ്ട്. എന്നിട്ട് കളിക്കായിരുന്നു. എന്നിട്ട് എന്നിട്ട് ഇപ്പൊ അടുത്ത റൗണ്ടിൽ നമ്മള് പക്ഷേ ഈ കളിയിലേക്ക് ഡബിളല്ല ഒന്ന് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ വീണ്ടും ഇക്ക് പിന്നെ ഞാൻ റഷ്യനൊരു പ്ലെയർ ക്യാമ്പയിനെ ഭയങ്കര തീരെ ഇഷ്ടമില്ല. ഇങ്ങനെ PC പ്ലെയർ ഞാൻ കളിച്ചെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. തലാണ്ട് പൊളിച്ചു നമ്മള്. ഒന്നാമത്തെ അടി കൊണ്ട് കണ്ടിട്ടില്ല. നമ്മള് പിന്നെ പിന്നെ അവിടെ ബാക്ക് കൂടി പോവാൻ വിചാരിച്ചിട്ട് നമ്മൾ ടീമേറ്റ് ഒക്കെ ഫുള്ള് എത്തിക്കണേ. കൂടി വന്ന് ഒരുത്തൻ ഞാൻ എട്ടടിക്കാൻ നോക്കിയതാണ്. പക്ഷേ 163 ഉണ്ട്. പിന്നെ രണ്ടാമത്തെ അടിക്കാൻ പറഞ്ഞ ബാക്ക് വേറെ ഒരു തടിച്ച് അങ്ങനെ ഞാനും പെട്ടി. അങ്ങനെ ലാസ്റ്റ് റൗണ്ടാ അവര് ജയിച്ച കണ്ടില്ല അവനെ അടിച്ചത്. ഞാൻ മറ്റവനെ ഒരു ഗ്ലൗ അതുകൊണ്ട് കണ്ടോക്കി ഞാൻ പറഞ്ഞ ഈ ഗ്ലൗ ഉപയോഗിക്കാത്തോണ്ട് വലിയ ഒരു ചെറിയൊരു സുഖമില്ലെന്ന് കളിക്കഴിഞ്ഞാൽ കാരണം അടിയെല്ലാം പോലെ പോയില്ല. കണ്ടോക്കി അങ്ങനെ ചിലപ്പോ ഞാനിപ്പോ അവിടുന്ന് ഈ റൈറ്റിന്ന് ഇപ്പൊ ഞാൻ ഇപ്പൊ കിട്ടും. ഞാൻ എത്ര അടിച്ചിട്ട് ഒരു ഉള്ളിന് പോലില്ല ആ പോണ എനിക്ക് രണ്ടു വണ്ടിയില് അങ്ങനെ അവനെ സ്കോപ്പ് എടുക്കുമ്പോ വേറെ അടിച്ച്. അപ്പൊ ഞാൻ ഓടാനില്ല മൂഞ്ചി കവർ എടുക്കാൻ സ്ഥലമില്ല. ആണ്ട് കൊടുത്ത് പക്ഷെ പിന്നാണ്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നത്തേലാവും നമ്മളെ ടീമിൽ പിന്നെ ഓൻ ഫിനിഷ് ചെയ്ത് റിമോട്ട് ഇട്ടു. ശ്രദ്ധിച്ചോയിക്കോളി. തീരാണ് പറ്റിയിട്ടില്ല. പക്ഷെ റിവെഞ്ച് എടുക്കാനും പറ്റില്ല. ഇമോട്ട് തീരെ വെറുപ്പിക്കണ ഇമോട്ടാ. പിന്നെ റിവെഞ്ച് എടുക്കാൻ മാത്രം നെക്സ്റ്റ് റൗണ്ട് ഇതിലിപ്പോ കണ്ടോക്കി സീനൈസ് ഒന്നും പറയല്ല. അടിപൊളി ഭയങ്കര രജിച്ച് കണ്ട ഞാനാണ് MVP. ഞാൻ ചാത്തന്റെ ഇതാണ്. അതിപ്പോ ഞാൻ നെയിം കൊടുത്തപ്പോ മലയാളത്തിലല്ലേ അത് കാരണം ഞാനായതാണ് ചാത്തൻ. അങ്ങനെ ഈ റൗണ്ട് അമ്മക്കാണ് ഇനിയുള്ളതാണ് നിങ്ങൾ കാണേണ്ട കളി. ഞാൻ ഒരുത്തന്നെ ലുവാള് ഒക്കെ എടുത്ത് ഞാനൊന്നുമില്ല അങ്ങനെ 550 പോയിന്റുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് അടിക്കാൻ പറ്റിയില്ല. അവൻ നേരെ നമ്മുടെ ടീമേജ് ഫുള്ള് റൈറ്റഡ് കയറിയിരിക്കുന്നു.
എന്നിട്ട് നമ്മള് ഞാൻ മേലെ പിടിച്ച് നമ്മളപ്പോ വേറെ ഒരുത്തനും കൂടി ഉണ്ടായില്ല. എന്നിട്ട് മേലെ നോക്കുമ്പോണ്ട് ഒരുത്തനവിടെ ഓടി കളിക്കണ്. അവൻ നേരെ സ്പൈഡർ ആണ് എന്നെ വന്ന് പിടിച്ചു. വിചാരിച്ചു അപ്പൊ കൊണ്ട് കേറിയിട്ടുണ്ടാവും വിചാരിച്ചു. ഇക്കാനെ ഓടിയിട്ട് എത്താനും പറ്റില്ല. കേറിണ്ട് പക്ഷെ കേറിയില്ലട്ടോ എന്തോ ഭയത്തിന്. പിന്നെ ഉണ്ടാവും അവിടെ നിന്നിട്ട് വീണ്ടും സ്പൈഡർ ഇട്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു കൊണ്ട് ഇറങ്ങിയാണ്ട് ഒരു 150 കൊടുത്തിട്ട് ഓനെ നോക്കാക്കിയാണ്ട് ഫിനിഷ് ചെയ്തു. കഴിഞ്ഞാൽ ഒന്ന് ടൈം കിട്ടിയില്ല. അവിടെ ഗ്ലൂവാളും വരുന്നുണ്ട്, സോണും വരുന്നുണ്ട്. അപ്പൊ എന്നെ അവിടെ നിന്ന് ഒരുത്തടിച്ച്. ഇതിന്റെ കുറ്റമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ടീമേറ്റ് ഇറങ്ങി ഓനക്കിനെ റിവ്യൂ ചെയ്യാൻ പറ്റൂല. എന്താ വെച്ചാൽ സോണല്ലേ, വേറെ കാര്യമില്ല. കാരണം ഓനക്ക് വെച്ചില്ല. എന്നിട്ട് നമ്മൾ ടീമേറ്റ് കളിച്ച കളിയാണ് സീൻ കണ്ടു. ഈ 4 നമ്പർ പിന്നെ അപ്പുറത്ത് അടിക്കുന്നത് അവനോട്ടോ. അവൻ നേരത്തെ കളി ഈസിയുടെ ചെക്ക പുള്ളി കളിയാ ഒന്നും വരും. എന്റെ കെല്ല് കുമ്മിയെങ്കിലും തോന്നിയിട്ടില്ലേ? ഇല്ലല്ലേ. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം.